ഹായ് ഓൾ, വെൽക്കം ടു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആൻ ഇൻട്രഡക്ഷൻ എന്ന കമലാദാസിൻ്റെ ഇംഗ്ലീഷ് കവിതയുടെ മലയാളം സമ്മറിയാണ്. ആൻ ഇൻട്രഡക്ഷൻ എന്നുള്ള ഒരു കവിത ആത്മകഥന കവിതയാണ്, അതായത് ഒരു കൺഫെഷണൽ പോയട്രിയാണ്. കമലാദാസ് സ്വന്തം ജീവിതം, സ്ത്രീയായുള്ള അനുഭവങ്ങൾ, ഭാഷാ സ്വാതന്ത്ര്യം, ലൈംഗികത, രാഷ്ട്രീയം എന്നിവയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നു. സ്ത്രീകളോട് സമൂഹം എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെതിരെ അവർ ശക്തമായി പ്രതികരിക്കുന്നു. സ്ത്രീകൾ സ്വതന്ത്രരാകേണ്ടത് ആവശ്യകതയും അവർക്ക് സ്വന്തം ജീവിതം നയിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നത് എങ്ങനെയാണെന്നും സാംസ്കാരികമായി സംഭവിക്കുന്നതും ഇവിടെ കാണാം. കമലദാസ് തൻ്റെ വിവാഹ ജീവിതം തുറന്നു പറയുന്നു. ചെറിയ പ്രായം തൊട്ട് അവർ അനുഭവിക്കുന്ന കഠിന വേദനകളെ അവർ തുറന്നു കാട്ടുന്നു. പ്രായം ചെറുതായിരിക്കെ വിവാഹം കൂടേണ്ടി വന്നതും അതിൽ നേരിട്ട സമ്മർദ്ദങ്ങളും അനിഷ്ടതയും അവർ തുറന്നടിക്കുന്നു. സ്ത്രീയുടെ ലൈംഗികത ഒരു കുറ്റമായി കാണുന്ന സമൂഹത്തെ അവർ ചോദ്യം ചെയ്യുന്നു. കവിതയുടെ അവസാന ഭാഗങ്ങളിൽ കവി പറയുന്നു, ലീവ് മീ അലോൺ, അതായത് അവളെ അവളുടെ നിലയിൽ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. അതിൻ്റെ കൂടെ സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം നിലപാട് സ്വീകരിക്കാനും സംസാരിക്കാനും ആവശ്യമുണ്ടെന്നവർ ഉറപ്പിച്ചു പറയുന്നു. ആൻ ഇൻട്രഡക്ഷൻ എന്ന കവിതയിലൂടെ കമലാദാസ് സ്ത്രീത്വം, ലിംഗ സംസ്കാരികത, ഭാഷ, ആത്മപരിചയം തുടങ്ങിയ വിഷയങ്ങളാണ് തൻ്റെ ശക്തമായ ശൈലിയിൽ അവതരിപ്പിക്കുന്നത്. മലയാളി വനിതയായി അവർക്കുണ്ടായിരുന്ന സ്വകാര്യവും പൊതു സ്വഭാവമുള്ള പോരാട്ടങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാം. അവളുടെ ശരീരത്തിൽ അവൾക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചു അവൾ കവിതയുടെ തുടക്കത്തിൽ തന്നെ കവയിത്രി പറയുന്നു, അവൾ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചറിയാം, ചരിത്രത്തെക്കുറിച്ചറിയാം, അവരുടെ പ്രവർത്തികളെക്കുറിച്ച് അഭിപ്രായമുണ്ട്. പക്ഷേ ഒരു സ്ത്രീയാകുമ്പോൾ അവളുടെ അഭിപ്രായം വിലക്കുറിച്ചാണ് കാണപ്പെടുന്നത്. അവളൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ആളുകൾ അവളെ ഇതു പറയരുത്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. അവളത് ചോദ്യം ചെയ്യുന്നു. കവി പറയുന്നു, അവൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്, പക്ഷേ അതൊരു ഇന്ത്യൻ ഇംഗ്ലീഷാണ്, പാതി മലയാളം പാതി ഇംഗ്ലീഷ്. പക്ഷേ അത് തൻ്റെ വ്യക്തിത്വം അവളുടെ ഭാഷയിലൂടെ കണ്ടെത്തുന്നതാണെങ്കിൽ ഭാഷയെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ബാക്കിയുള്ള ആൾക്കാരുടെ കണ്ണുകളിൽ അത് കാണപ്പെടുന്നത്. ഭാഷയിൽ പാതി ഇന്ത്യനും പാതി ഇംഗ്ലീഷും ഉണ്ടെങ്കിലും അതവളെ പ്രതിനിധീകരിക്കുകയാണ്. അവളുടെ ശരീരത്തിൽ അവൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവൾ തുറന്ന് സംസാരിക്കുന്നു. സ്ത്രീ ശരീരത്തിൻ്റെ വളർച്ചയും ആത്മവൈരുദ്ധ്യങ്ങളും കൗമാരകാലത്തെ ആശങ്കകളും അവളത് വഴി പങ്കുവെക്കുന്നു. അവളൊരു പുരുഷനുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നു, പക്ഷേ അവിടെ സൗഹൃദമില്ല, പ്രണയമില്ല. പക്ഷേ അവൾക്ക് അതുവഴി സ്വന്തമായി എന്താണ് വേണമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കവയിത്രി പറയുന്നു, സ്ത്രീകൾക്ക് ഒന്നും പറയാൻ അവകാശമില്ലേ? അവൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. വൈ നോട്ട് ലെറ്റ് മീ സ്പീക്ക് ഇൻ എനി ലാംഗ്വേജ് ഐ ലൈക്ക്? വൈ നോട്ട് ലെറ്റ് മീ വിയർ വാട്ട് ഐ വാണ്ട്? അവൾ സ്വന്തം ജീവിതത്തെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ നോംസ് അനുസരിച്ച് ജീവിക്കേണ്ടി വന്നതിൻ്റെ വേദനയാണ് കാണപ്പെടുന്നത്. അവളെ നമ്മൾ കാണുന്നത് ഒരു ഭാര്യയായി, ഒരു അമ്മയായി, ഒരു വാസ്തവമായ ലിംഗഭേദത്തിലുള്ള മനുഷ്യനായി മാത്രം. അവളുടെ വ്യക്തിത്വം അതിനപ്പുറമുള്ളതാണെന്ന് കവയിത്രി തുറന്നു പറയുന്നു. സ്ത്രീകൾക്കുള്ള സ്ഥലങ്ങൾ, അടുക്കള, കിടപ്പുമുറി, പൂജാമുറി, അത്രയായി അവളെ കെട്ടിയിരുത്തി ചെങ്ങലകളായി മാറ്റുന്നു. കവയിത്രിയുടെ ഒടുവിൽ ഒരു ശക്തമായ ശബ്ദത്തിൽ പറയുന്നുണ്ട്, ലീവ് മീ അലോൺ, ഐ വാണ്ട് ടു ലിവ് മൈ ലൈഫ്. അവൾക്ക് തൻ്റെ ശരീരത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അവളുടെ വാക്കുകൾക്ക് അവകാശമുണ്ട്. അവളെ നിലനിർത്താൻ ആർക്കും അധികാരമില്ല. ഈ ആൻ ഇൻട്രൊഡക്ഷൻ എന്ന കവിതയിലൂടെ ഒരു സ്ത്രീയുടെ ആത്മവിസ്മയവും സാമൂഹിക സമ്മർദ്ദത്തിനെതിരായ പോരാട്ടവുമാണ് ഈ കവിത നമുക്ക് പഠിപ്പിക്കുന്നത്. സ്ത്രീയുടെ ശബ്ദം ഒതുങ്ങേണ്ടതല്ല, അവൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. എഴുത്തിലും ഭാഷയിലും ജീവിതത്തിലും അവൾക്ക് തൻ്റെ വഴി തിരഞ്ഞെടുക്കാം. ഇനി ഇതിലെ മെറ്റഫറുകൾ ശ്രദ്ധിക്കാം. ഐ ആം സിന്നർ, ഐ ആം സെയിൻറ്റ്. എനിക്കെല്ലാം ആകാം, ഞാൻ നല്ലവളായിരിക്കാം, ചീത്തവളായിരിക്കും, എന്നാൽ അതെല്ലാം ഞാൻ തന്നെ എന്നർത്ഥത്തിൽ വരുന്ന ഫസ്റ്റ് മെറ്റഫർ. രണ്ടാമത്തേത്, ഇറ്റ് വോയിസസ് മൈ ജോയ്സ്, മൈ സോറോസ്, മൈ ഹോപ്സ്. ഭാഷയെ ഒരു ശബ്ദമായി കാണിക്കുന്നു. അവളുടെ ഭാഷ അവളുടെ ആത്മാവിൻ്റെ ശബ്ദമായി രൂപകൽപ്പന ചെയ്യുന്നു.
ഇനി ഉപമയിലേക്ക് നോക്കാം, അതായത് സിമിലി. ഈ കവിതയിൽ സിമിലി കുറവായിരിക്കും. അവളത് ഓപ്പൺ മെറ്റഫേഴ്സിലാണ് നൽകുന്നത്. പക്ഷേ ചില റീഡേഴ്സ് ഇതിനെ സിമിലിയായി കാണാം. ദേ ടോൾഡ് മീ ഐ ഗ്രൂ ഫോർ മൈ ഏജ് ലൈക്ക് എ ട്രീ. വലിയ വാക്ക് അല്ലെങ്കിലും വളരുന്ന ഒന്നുമായി താരതമ്യം ചെയ്യുന്ന വൈബ് ഈ പറഞ്ഞിരിക്കുന്ന സിമിലിയിലുണ്ട്. ദെൻ റിപ്പിറ്റേഷൻ അല്ലെങ്കിൽ ആവർത്തനം. ഐ എന്ന വാക്ക് പല തവണ ആവർത്തിക്കുന്നുണ്ട്. ഇത് എംഫസൈസ് ചെയ്യാനാണ്, ഞാനാണ് കഥ പറയുന്നത്. അവളുടെ ഐഡൻറ്റിറ്റി അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെപ്പിറ്റേഷൻ ചെയ്യുന്നത്. ഐറണി. ഡ്രസ് ഇൻ സാരീസ്, ബി ഗേൾ, ബി വൈഫ്. ഈ സൊസൈറ്റിയുടെ സ്റ്റീരിയോടിപ്പിക്കൽ ഫീമെയിൽ റോൾ കവി വിശേഷിപ്പിക്കുന്നത് ഐറണിക് ആയി. അതിനെ ചുമ്മാ പറയുന്നില്ല, പരിഹാസത്തോടെ കൂടിയാണ് കുറിക്കുന്നത്. ദെൻ ലാസ്റ്റ്, അലിട്രേഷൻ. ഇറ്റ് വോയിസസ് മൈ ജോയ്സ്, മൈ സോറൂസ്, മൈ ഹോപ്സ്. മൈ എന്നത് വീണ്ടും വീണ്ടും വരുന്നത് സോഫ്റ്റ് അലിട്രേഷന് ഉദാഹരണമാണ്. ദെൻ തീംസ്, അതായത് നമ്മുടെ ഈ കവിതയിലെ പ്രധാന ആശയങ്ങളെന്ന് ചർച്ച ചെയ്യാം. ഫസ്റ്റ് വൺ, ഐഡൻറ്റിറ്റി. കവി ചോദിക്കുന്നതും ആവശ്യമാക്കുന്നതും അതെ ഞാൻ ആരാണ് എന്ന ഒരു സ്ത്രീ തൻ്റെ സ്വന്തം സ്വഭാവത്തെ തേടുന്നതിനെ പറ്റിയിട്ടാണ്. രണ്ടാമത്തേത് ഫ്രീഡം അല്ലെങ്കിൽ സെൽഫ് എക്സ്പ്രഷൻ. സമൂഹം തീരുമാനിക്കുന്ന അവളുടെ പാതയല്ല അവൾ നടക്കുന്നത്. നമ്മൾ പറയുന്നു, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ എഴുതേണ്ട, സംസാരിക്കേണ്ട, ജീവിക്കേണ്ട എന്ന ആ ലൈൻസിൽ കൂടി ഫ്രീഡം അല്ലെങ്കിൽ സെൽഫ് എക്സ്പ്രഷനെ കാണിക്കുന്നുണ്ട്. തേർഡ് തീം, പാട്രിയാർക്കി, പുരുഷാധിപത്യ സമ്പ്രദായം. സ്ത്രീ എന്നതുകൊണ്ട് തന്നെ ആയിരിക്കുന്ന നിയന്ത്രണങ്ങൾക്കെതിരെ കവിത. മാനസികമായും ശാരീരികമായും ഭാഷയിലും കടന്നു പോകുന്ന ബലാത്സംഗം, ഇതാണ് പ്രധാന വിഷയം. ബോഡി ആൻഡ് വുമൻഹുഡ്, ശരീരവും സ്ത്രീത്വവും. അവളുടെ ശരീരത്തെക്കുറിച്ചും ഫസ്റ്റ് എക്സ്പീരിയൻസസിനെ കുറിച്ചും അവൾ ഓപ്പണാണ്. അവളുടെ ബോഡി അവളുടെ ഓൺ സ്പേസാണ്. ഫിഫ്ത്ത് തീം, ലാംഗ്വേജ് ആൻഡ് പവർ, ഭാഷയും അധികാരവും. ഇംഗ്ലീഷ് നിൻ്റെ ഭാഷയല്ല എന്ന ലോകം പറയുമ്പോഴും അവൾ പറയുന്നു, ഇത് എൻ്റെ ഭാഷയാണ്, ഞാൻ എഴുതും. ഇത് ഒക്കെയാണ് നമ്മുടെ ഈ ആൻ ഇൻട്രഡക്ഷൻ എന്നുള്ള കവിതയുടെ മെയിൻ തീംസായി കണക്കാക്കപ്പെടുന്നത്. ഇതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മലയാളത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ അറിയാൻ ഇനി നിങ്ങൾക്കായി എപ്പിസോഡ്സ് വരുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. നന്ദി. കാണാം അടുത്ത ക്ലാസ്സിൽ.